നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എക്സസൈസ് 8.2-ലെ 9th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 + a all raised to m + n, prove that coefficient of a raised to m and a raised to n are equal. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 + a all raised to m + n എന്നാണ്. അതായത് 1 + a all raised to m + n എന്ന് പറഞ്ഞ എക്സ്പാൻഷനകത്ത് a raised to m-ൻ്റെ a raised to n-ൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കോഎഫിഷ്യൻ്റ് എന്താണെന്നൊക്കെ. അപ്പം നമുക്ക് x² + 3x + 2 എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന 3 ആണ്. x² കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 × x². അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് a raised to m-ൻ്റെയും a raised to n-ൻ്റെയും കോഎഫിഷ്യൻ്റ് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് കോഎഫിഷ്യൻ്റ് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ a raised to m എന്ന് പറയുന്ന ടേം ഇത് ഈ എക്സ്പാൻഷനിൽ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് r+1th ടേമിൽ a raised to m എന്ന് പറയുന്ന ടേം വരുന്നുണ്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം സപ്പോസ് a raised to m occur in r+1th ടേം. അതായത് a raised to m ഒക്കർ ചെയ്യുന്നത് r+1th ടേമിലാണെന്ന് ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം r+1th ടേമിൻ്റെ ഇക്വേഷൻ TR+1 = NCR × a raised to n - r × b raised to r. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പാൻഷനിൽ നോക്കി n-ഉം a-യും b-യും ഒക്കെ എടുത്തെഴുതാം. ഹിയർ n = n-ൻ്റെ സ്ഥാനത്ത് m + n ആണ്. m + n a = a എന്ന് പറഞ്ഞ എയുടെ പൊസിഷനിൽ 1 ആണ്. b എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പം നമ്മൾ n എഴുതി, a എഴുതി, b എഴുതി. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ കൊടുക്കാം. TR+1 = NCR. n-ൻ്റെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് m + n ആണ്. CR അങ്ങനെ തന്നെ കൊടുക്കുവാണ്. a raised to യുടെ സ്ഥാനത്ത് 1 ആണെന്ന് പറഞ്ഞു. 1 raised to n - r. n-ൻ്റെ സ്ഥാനത്ത് ഇവിടെ m + n ആണ്. അപ്പോൾ m + n - r × b-യുടെ സ്ഥാനത്ത് a ആണ്. അപ്പോൾ a raised to r. നമുക്ക് നോക്കാം. m + n CR 1 raised to anything is 1. അതായത് 1 raised to എന്ത് വന്നാലും അത് 1 തന്നെയാണ്. അപ്പോൾ 1 ഞാൻ എഴുതുന്നില്ല. × a raised to r. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇവിടെ a raised to m-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന a raised to r ആണ്. നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഇത് കമ്പയർ ചെയ്യാറുണ്ട്. അതായത് a raised to m ആണ് നമുക്ക് വരേണ്ടത്. ഇവിടെ വന്നിരിക്കുന്ന a raised to r ആണ്. അപ്പം നമ്മുടെ r-ൻ്റെ വാല്യൂ എന്തായിട്ട് കൊടുക്കണം? m കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് a raised to m-ൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് therefore r = m. m + n c r-ന് നമ്മൾ m എന്ന് കൊടുക്കുകയാണ്. × a raised to m. കാരണം a raised to m-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ a raised to r-ഉം a raised to m-ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ r = m എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ r-ന് m എന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ m + n cm a raised to m എന്ന് കിട്ടി. ഇനി നമുക്ക് a raised to m-ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ടേമാണ്. അതായത് m + n cm. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണം. നമ്മൾ NCR-ൻ്റെ ഫാക്ടോറിയലിൻ്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. m + n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m + n - m ഫാക്ടോറിയൽ × m ഫാക്ടോറിയൽ. അതായത് NCR-ൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ × r ഫാക്ടോറിയൽ. അപ്പം നമുക്കിവിടെ m - m ആണ് കട്ട് ചെയ്ത് കളയാം. പിന്നെ n ഫാക്ടോറിയൽ ഉള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററിൽ m + n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ n ഫാക്ടോറിയൽ × m ഫാക്ടോറിയൽ വരും.
നമുക്ക് ആൻസർ ഇവിടെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എ റേസ് ടു എമ്മിൻ്റെ കോയഫിഷ്യൻ്റ് ഇവിടെ കിട്ടി. എ റേസ് ടു എമ്മിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ഫാക്ടോറിയൽ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമുക്ക് എ റേസ് ടു എന്നിൻ്റെ കോയഫിഷ്യൻ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വലാന്ന് പ്രൂവ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം. ദെർഫോർ ഇതൊന്ന് എടുത്തെഴുതാം. കോയഫിഷ്യൻ്റ് ഓഫ് എ റേസ് ടു എം ഈക്വൽ ടു എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ഫാക്ടോറിയൽ. നമുക്ക് അടുത്ത കേസ് എ റേസ് ടു എൻ ഫാക്ടോറിയലിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എ റേസ് ടു എൻ ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കണേ. എ റേസ് ടു എന്നിൻ്റെ കോയഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ട് സപ്പോസ് നമ്മൾ ആദ്യം എഴുതിയ പോലെ തന്നെ സപ്പോസ് എ റേസ് ടു എൻ ഒക്കർ ഇൻ ആർ പ്ലസ് 1th ടേം. സെയിം മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ ടി ആർ പ്ലസ് 1 എന്ന് പറയുന്നത് എൻ സി ആർ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ. ഇവിടെ നമുക്ക് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റാണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പ്ലസ് എൻ, എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് എ. നമ്മൾ ഇനി ഇക്വേഷൻ കൊടുത്താൽ മതി. ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എം പ്ലസ് എൻ സി ആർ 1 റേസ് ടു എം പ്ലസ് എൻ മൈനസ് ആർ ഇൻറ്റു എ റേസ് ടു ആർ. ആദ്യത്തെ ഇക്വേഷൻ തന്നെയാട്ടോ വന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ സി ആർ 1 റേസ് ടു എനിത്തിങ് ഈസ് 1. 1 റേസ് ടു എന്ത് വന്നാലും അത് 1 ആണ്. അതുകൊണ്ട് 1 ഇൻറ്റു എ റേസ് ടു ആർ. ദെൻ എ റേസ് ടു ആറും എനിക്ക് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യേണ്ട എ റേസ് ടു ആറും എ റേസ് ടു എന്നുമാണ്. അപ്പോൾ നമുക്ക് എ റേസ് ടു എന്നിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് വന്നത്. അപ്പോൾ ആർ ഈക്വൽ ടു എൻ എന്ന് കിട്ടും. അപ്പോൾ ദെർഫോർ എം പ്ലസ് എൻ സി എൻ ഇൻറ്റു എ റേസ് ടു എൻ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എം പ്ലസ് എൻ സി എൻ എ റേസ് ടു എൻ. അപ്പോൾ എ റേസ് ടു എന്നിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എം പ്ലസ് എൻ സി എൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഈ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മളപ്പോൾ കണ്ടുപിടിക്കാൻ പോണത് എം പ്ലസ് എൻ സി എൻ. നമുക്കറിയാം ഇതിനെ എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ മൈനസ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. അതായത് എൻ സി ആർ ഫാക്ടോറിയലിൻ്റെ തന്നെ ഇക്വേഷനാണ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ എൻ മൈനസ് എൻ എന്ന് പറയുന്നത് കട്ട് ചെയ്തു പോവും. ബാലൻസ് എം വരും. വിച്ച് ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എടുത്ത് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എ റേസ് ടു എൻ. അപ്പോൾ നമുക്ക് എ റേസ് ടു എന്നിൻ്റെ കോയഫിഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കോയഫിഷ്യൻ്റ് എടുത്ത് എഴുതാം. ഇതിന് തന്നെ എം ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ടോറിയൽ എന്ന് എഴുതിയാലും തിരിച്ചെഴുതിയാലും ഈക്വലാണ്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ഫാക്ടോറിയൽ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ഫാക്ടോറിയൽ. ഞാൻ ഇതൊന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ. ഇൻറ്റു എ റേസ് ടു എൻ. അപ്പോൾ ദെർഫോർ കോയഫിഷ്യൻ്റ് ഓഫ് എ റേസ് ടു എൻ ഈക്വൽ ടു എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കോയഫിഷ്യൻ്റ് ഈക്വലാന്ന് കിട്ടി. എ റേസ് ടു എമ്മിൻ്റെയും എ റേസ് ടു എന്നിൻ്റെയും കോയഫിഷ്യൻ്റ് ഈക്വലാന്ന് കിട്ടി. ദെർഫോർ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.